നോമ്പ് നമ്മളെ സൂക്ഷ്മത പഠിപ്പിച്ചു അല്ലേ. നോമ്പ് നമ്മൾ തെറ്റുകൾ ചെയ്യുന്നതിന് നമ്മൾ ഒരുപാട് കാണാൻ പാടില്ലാത്ത അങ്ങനെ ഒരുപാട് തിന്മകളിൽ നിന്ന് നമുക്ക് എങ്ങനെ രക്ഷപ്പെടാമെന്ന് നോമ്പ് നമ്മളെ പഠിപ്പിച്ചു. അതുപോലെ തറാവി നിസ്കാരം നമുക്ക് രാത്രി നിസ്കരിക്കാൻ പറ്റുമെന്ന് അല്ലേ നമ്മളെ പഠിപ്പിച്ചു കഴിഞ്ഞു. രാത്രി നമുക്ക് നിസ്കരിക്കാൻ പറ്റുമെന്ന്. അതുപോലെ അത്താഴം എന്ത് പഠിപ്പിച്ചു? നമുക്ക് രാവിലെ എണീക്കാൻ തഹജ്ജുദ് എണീക്കാൻ പറ്റുമെന്ന് തെളിയിച്ചു. സുബഹി ജമാഅത്ത് നിസ്കരിക്കാൻ പറ്റുമെന്ന് ഈ 30 ദിവസം കൊണ്ട് നമുക്ക് തെളിയിച്ചു. നമുക്ക് പറ്റും അല്ലേ. പക്ഷേ അടുത്ത റമദാൻ കഴിഞ്ഞാൽ റമദാൻ വിട വാങ്ങിയില്ലേ, ഇനിയിപ്പോൾ റമദാൻ വിട വാങ്ങിക്കഴിഞ്ഞു. റമദാൻ കഴിഞ്ഞാൽ നമുക്കൊരു എനർജി ഇപ്പോൾ കിട്ടിക്കഴിഞ്ഞു. നമുക്ക് നിസ്കരിക്കാൻ പറ്റും. അതേ നമ്മൾക്ക് കണ്ണ് സൂക്ഷിക്കാൻ പറ്റും, ഹറാമുകളിൽ നിന്ന് സൂക്ഷിക്കാൻ പറ്റും, രാത്രി ജമാഅത്തായി നിസ്കരിക്കാൻ പറ്റും എന്നൊക്കെ ആ ഒരു എനർജി ഒരു മാസം നമ്മളെ ശരീരത്തിൽ ഇപ്പം ഉണ്ട്, നമ്മൾ നേടിയെടുത്ത്. ഇപ്പം ശൈത്താൻ ഇറങ്ങുകയാണ്, നാളെ റിലീസ് ആവാണ് പെരുന്നാൾ. അതിൻ്റെ ഒന്നിച്ച് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഈ നമ്മൾ നേടിയെടുത്ത ഈ പ്രൊട്ടക്ഷൻ, അതായത് ഒരു സൂചിയിലേക്ക് നമ്മൾ നൂല് കയറ്റും എത്ര കഷ്ടപ്പെട്ടിട്ടല്ലേ, അത് കഷ്ടപ്പെട്ട് കയറ്റിയിട്ട് വന്നതിന് ശേഷം നിങ്ങൾ അതിനെ പൊട്ടിച്ച് കളഞ്ഞാൽ നിങ്ങളെ എന്താ വിളിക്കുക? പൊട്ടന്മാരെന്നല്ലേ. ആ ഒരു പൊട്ടന്മാരിലേക്ക് നമ്മൾ പോകാതിരിക്കുക. പറഞ്ഞു വരുന്നത് പെരുന്നാളിൻ്റെ പിറ്റേ ദിവസം തന്നെ ഇനിയിപ്പോൾ ഗാനമേളയ്ക്ക് പോകണം, ഫിലിമിന് പോകണം, തിയേറ്ററിൽ പോകണം, രാവിലെ കിടന്നുറങ്ങണം എന്നൊക്കെ ആയിരിക്കും നിങ്ങൾക്കിപ്പോൾ ചിന്തിക്കുക. നമ്മൾ റിലീസായി, ഇനി നമുക്ക് അടിച്ച് പൊളിക്കാം, ഇനി പള്ളിക്ക് പോകണ്ട, ജമാഅത്തിന് പോകണ്ട, സുബൈക്ക് രാവിലെ എണീക്കണ്ട, എന്ത് സുഖം, ഫിലിം തിയേറ്ററിൽ പോകാം, ഇനി ഗാനമേള എവിടെയാണ്, പാട്ടുകൾ എവിടെയാണ്, ഇപ്പോൾ മിസൈൽ, അതൊന്നും ഒരു പ്രശ്നമല്ല, പരീക്ഷണം ഒരു പ്രശ്നമല്ല. ഇപ്പോൾ നിങ്ങൾ തേടുന്ന എന്ത്? ഇവിടെ ഗാനമേള, ഇവിടെ തുള്ളാൻ പറ്റും, നിസ്കാരം ഇനി മൈൻഡിലേ വരില്ല, രാത്രി ജമാഅത്ത് മൈൻഡിൽ വരില്ല, രാവിലെ എണീക്കണമെന്ന് മൈൻഡിൽ വരില്ല, ഖുർആൻ ഓതനിപ്പോൾ അടച്ചു വെച്ചതിന് അടുത്ത റമദാനിലായി അത് പൊടി പിടിച്ചു പോകും അല്ലേ. ഇനി സുബൈ ഹയ്യാൽ ഫല എന്ന് രാവിലെ ബാങ്ക് കേൾക്കണമെങ്കിൽ ഇനി 1 വർഷമാണ്. അങ്ങനത്തെ ആൾക്കാർ നിങ്ങളാണെങ്കിൽ റമദാൻ നിങ്ങൾ അല്ലാഹ് സ്വീകരിച്ചിട്ടില്ല, റമദാൻ സ്വീകരിച്ചിട്ടില്ല. ഇനി അടുത്ത റമദാൻ നിങ്ങൾ കിട്ടുമെന്ന് യാതൊരു ഉറപ്പും വേണ്ട. കാരണം ഒരാൾ റമദാൻ സ്വീകരിച്ചു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് എന്തെന്നറിയോ? ഒരാൾ റമദാൻ സ്വീകരിച്ചു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് അവൻ്റെ ജീവിതത്തിലൊരു മാറ്റം വരും. അവന് ജമാഅത്ത് നിസ്കരിക്കാത്തവനാണെങ്കിൽ അവൻ ജമാഅത്ത് നിസ്കരിക്കാൻ തുടങ്ങും. അപ്പോൾ നിങ്ങൾ എന്നെ ചോദിക്കും, ഇവനൊരു മാറ്റം വന്നിട്ടുണ്ടല്ലോ, റമദാനിന് മുമ്പ് ഇവന് ജമാഅത്ത് നിസ്കരിക്കുന്നില്ലതാ, ഇപ്പം റമദാൻ ജമാഅത്ത് നിസ്കരിക്കുന്നു, അവന് ഖുർആൻ ഓതാൻ തുടങ്ങിയിട്ടുണ്ട്, രാവിലെ സുബഹി നിസ്കാര ശേഷം. ഇത് മുമ്പ് ഉണ്ടായിട്ടില്ല, ഇപ്പോൾ ഓതാൻ തുടങ്ങി, അവന് മാറ്റം വന്നിട്ടുണ്ട്. അതേപോലെ നിസ്കരിക്കാത്ത മനുഷ്യന് 5 വക്ത് നിസ്കരിക്കാൻ തുടങ്ങി. ഹറാമിൻ്റെ എല്ലാം വിട്ട് ഒരുപാട് ഹറാം ചെയ്യുന്നുണ്ടായിരുന്നു, അതൊക്കെ അവൻ ഒഴിവാക്കി, ഇപ്പോൾ അവന് ലിമിറ്റ് വെച്ചിട്ടുണ്ട്, അവന് മാറ്റം വന്നിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു ചേഞ്ചസ് അവന് വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എല്ലാം നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ ജമാഅത്ത് നിസ്കരിക്കുന്നു, ഖുർആൻ ഓതുന്നു, അവൻ്റെ പുതിയ എന്തെങ്കിലും അവന് പതിവാക്കുന്നുണ്ട്, അല്ലെങ്കിൽ സിക്ർ ഇങ്ങനെ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ച് ചെല്ലുന്നുണ്ടാവും, ചിലപ്പം ഖുർആൻ കൂടുതൽ ഓതുന്നുണ്ടാവും. അപ്പം അങ്ങനെ ഒരു മാറ്റം ഈ ഒരു മാസം അവന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ റമദാൻ അവൻ്റെ സ്വീകരിച്ചിട്ടുണ്ട്. ഈ റമദാൻ കാരണം അവൻ റഹിയാൻ എന്ന സ്വർഗവും കിട്ടും, അവൻ്റെ ജീവിതത്തിൽ ലൈലത്തുൽ ഖദ്ർ അല്ലാഹ് സ്വീകരിച്ചിട്ടുണ്ടാവും. അതേപോലെ നിങ്ങൾ അതേപോലെ ഹറാം പുറപ്പുമായിട്ട് സുബഹി നിസ്കാരവും ഇല്ല, ഇശാ നമസ്കാരവും ഇല്ല, ഫിലിം തിയേറ്റർ ഫുൾ ടൈം തിന്മ എല്ലാം കയറൂരി വിട്ടതുപോലെ നിങ്ങൾ പോവുകയാണെങ്കിൽ ഈ റമദാനും അള്ളാഹു നിങ്ങളെ സ്വീകരിച്ചിട്ടില്ല, ലൈലത്തുൽ ഖദ്റും സ്വീകരിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ആവാൻ പാടില്ല. നമ്മൾ നിസ്കാരം അതേപോലെ മുറുകെ പിടിക്കണം, രാവിലെ എണീക്കണം, ജമാഅത്ത് നിസ്കരിക്കണം, തഹജ്ജുദ് എണീക്കാൻ ട്രൈ ചെയ്യണം, രാത്രി ജമാഅത്തിനെ നിസ്കരിക്കണം, ഖുർആൻ എല്ലാ ദിവസവും നമ്മൾ ഓതുന്നവരാവണം, ഹറാമായ തിന്മകൾ ഒഴിവാക്കിയതുപോലെ മാക്സിമം നമ്മൾ ഒഴിവാക്കാൻ നോക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ റമദാൻ സ്വീകരിക്കുമാറാവട്ടെ. അസ്സലാത്തു വസ്സലാം അലൈക യാ ഷഹ്റു റമദാൻ. നമ്മൾ റമദാൻ പോകുമ്പോൾ വല്ലാത്തൊരു വിഷമം ഉണ്ടാവും വിശ്വാസികൾക്ക് അല്ലേ. നല്ലൊരു സമാധാനവും സന്തോഷവും ഉണ്ടായിരുന്നു, എന്ത് റാഹത്തായിട്ട് ഖുർആൻ ഓതാൻ പറ്റുന്നുണ്ടായിരുന്നു. കാരണം ശൈത്താനില്ല, ഇനി ശൈത്താൻ വരാൻ പോയാണ്, അവൻ്റെ കൂട്ടാളികളാവരുത്. അതിൽ നിന്ന് അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നാടിന് സുരക്ഷിതത്വം നൽകട്ടെ. നമ്മൾ മരണപ്പെട്ട പോയവരുടെ കബറിടം അല്ലാഹു വിശാലമാക്കി കൊടുക്കട്ടെ. നമ്മളെല്ലാവരുടെയും റമദാൻ അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.